Hello, good morning and welcome my dear students. എല്ലാവർക്കും GSTയുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൻ്റെ നോട്ട് നേരത്തെ നമ്മൾ ചെയ്തിരുന്ന പോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബട്ടണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് പുതിയ യൂണിറ്റാണ്, യൂണിറ്റ് 4, വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST. സപ്ലൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ് വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ചുരുക്കത്തിൽ വാല്യൂ ഓഫ് സപ്ലൈയും വാല്യുവേഷനും, ഹൗ ടു വാല്യൂ സപ്ലൈ അണ്ടർ GST. ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത് എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈ is an important concept under GST as it determines the GST payable in a transaction. ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ ആ ഇടപാടിലെ എത്രത്തോളമാണ് GST കൊടുക്കേണ്ടുന്നത് എന്ന് തീരുമാനിക്കുന്നത് ആ ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള സപ്ലൈയുടെ വാല്യൂ ആണ്. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈ മീൻസ് ആ സാധനങ്ങൾ ഇപ്പോൾ വിൽപ്പനയാണെങ്കിൽ ആ വിൽപ്പനയുടെ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും, ഒരു വില ഉണ്ടായിരിക്കും അതിൽ, അതിൻ്റെ ഒരു കൺസിഡറേഷൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടാക്സ് എത്രത്തോളം അടയ്ക്കണം, GST എത്രത്തോളം അടയ്ക്കണം എന്നത് നിശ്ചയിക്കുന്നത് ആ ഒരു ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള സപ്ലൈയുടെ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 15(1), ദ വാല്യൂ ഓഫ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഇനി ഈ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ രണ്ടും, ഇപ്പോൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ സേവനങ്ങളുടെയോ അതും അല്ലെങ്കിൽ രണ്ടിൻ്റെയുമോ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷാൾ ബി ദ ട്രാൻസാക്ഷൻ വാല്യൂ. അത് ട്രാൻസാക്ഷൻ വാല്യൂ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ്, അതായത് അതിന് യഥാർത്ഥത്തിൽ കൊടുക്കുന്ന ആ ഒരു വിലയാണ്, അല്ലെങ്കിൽ പേയബിൾ ഫോർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, അല്ലെങ്കിൽ ആ പറയപ്പെട്ടിട്ടുള്ള ആ ഒരു സപ്ലൈ ഓഫ് സർവീസിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ അതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടുന്ന തുക. വേർ ദ സപ്ലയർ ആൻഡ് ദ റെസിപ്പിയന്റ് ഓഫ് ദ സപ്ലൈ. ഇവിടെ ഈ സപ്ലൈ ചെയ്യുന്ന വ്യക്തിയും ആ സപ്ലൈ റിസീവ് ചെയ്യുന്ന വ്യക്തിയും ആർ നോട്ട് റിലേറ്റഡ്, അവർ റിലേറ്റഡ് അല്ല. അപ്പോൾ അവർ റിലേറ്റഡ് ആവരുത് എന്നൊരു കണ്ടീഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ പ്രൈസ് ഈസ് ദ സോൾ കൺസിഡറേഷൻ ഫോർ ദ സപ്ലൈ. ഈ ഒരു സപ്ലൈയുടെ സോൾ കൺസിഡറേഷൻ എന്ത് മാത്രമാണ് കൺസിഡറേഷൻ? പ്രൈസ് മാത്രമാണ്. പ്രൈസ് എന്നുള്ളത് സോൾ കൺസിഡറേഷൻ ആണ്. അപ്പോൾ ഈ സോൾ കൺസിഡറേഷൻ എന്ന് പറയാൻ നമ്മളൊരു പ്രൈസിനെ അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ആ കൺസിഡറേഷൻ സോൾ കൺസിഡറേഷൻ ആണ് പറയുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രൈസ് എന്തായിരിക്കണം? ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പോഴാണ് നമ്മളത് സോൾ കൺസിഡറേഷൻ ആണ് പ്രൈസ് എന്ന് പറയുന്ന സാഹചര്യം. ഇനി നമുക്ക് താഴെ അതിൻ്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാവും. അല്ലെ, ഇനി വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൈസ് ഓർ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ കസ്റ്റമർ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസ് പറയാം, വാട്ട് ഈസ് വാല്യൂ ഓഫ് സപ്ലൈ. ഇതിവിടെ ഡെഫിനിഷനാണ്, അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല, സെക്ഷനിൽ തന്നിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു മീനിങ് നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ളത്, ഇറ്റ് ഈസ് ദ പ്രൈസ്. വാല്യൂ ഓഫ് സപ്ലൈ മീൻസ് ദ പ്രൈസ് ഓർ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ കസ്റ്റമർ. കസ്റ്റമർ കൊടുക്കുന്ന ആ ഒരു പ്രൈസ് ആണ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ആണ് ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴെ ഒരു എക്സാമ്പിൾ നോക്കിയേ. മിസ്റ്റർ എക്സ് ഈസ് സെല്ലിങ് എ പ്രോഡക്റ്റ് ഫോർ ₹1,000 ടു മിസ്റ്റർ ബി. എക്സ് എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 1000 രൂപയുടെ സാധനം വിൽക്കുന്നു. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന് ചാർജ് ചെയ്യുന്ന കൺസിഡറേഷൻ ആണ്, അതായത് 1000 രൂപ. ഈ 1000 രൂപയാണ് ഇതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇതിൽ ഈ വാല്യൂ ഓഫ് സപ്ലൈയിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ വാട്ട് ഈസ്, പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് വാട്ട് ഈസ് ട്രാൻസാക്ഷണൽ വാല്യൂ എന്ന് പറയുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ട്രാൻസാക്ഷൻ വാല്യൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇടപാട് നടത്തുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ റിലേറ്റഡ് പാർട്ടി ആവരുന്നുള്ളതാണ്. അപ്പോൾ റിലേറ്റഡ് പേഴ്സൺ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കി അത് പറയാം നമുക്ക് ആദ്യം, അതിനുശേഷം നമുക്ക് ഈ കണ്ടന്റിലേക്ക് വരാം. എക്സ് സെൽസ് എ പ്രോഡക്റ്റ് ടു വൈ. എക്സ് എന്ന് പറയുന്ന ആള് വൈ എന്ന് പറയുന്ന ആൾക്ക് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നു. റിലേറ്റഡ് പാർട്ടി, ഈ വൈ എന്നുള്ളതും എക്സ് എന്നുള്ളതും ആരാണ്? റിലേറ്റഡ് പാർട്ടിയാണ്. അതായത് അവർ തമ്മിൽ റിലേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു വലിയ ഡെഫിനേഷൻ ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഈ റിലേറ്റഡ് പാർട്ടിക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് പറയാം. ഒന്ന് എംപ്ലോയർ, എംപ്ലോയി. എംപ്ലോയറും എംപ്ലോയിയും റിലേറ്റഡ് പാർട്ടിയാണ്.
കുറച്ചുകൂടെ നമുക്കൊരു സാധാരണ ലൈഫിൽ നിന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മെമ്പേഴ്സ് ഓഫ് ഫാമിലി കുടുംബത്തിലെ തന്നെ ആളുകൾ. ഇപ്പോൾ കച്ചവടക്കാരൻ എക്സ് എന്ന് പറയുന്ന സെല്ലർ വൈ എന്ന് പറയുന്ന അയാളുടെ ബ്രദറാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ചേട്ടനായിട്ടുള്ള എക്സ് അയാളുടെ അനിയനായിട്ടുള്ള വൈക്ക് സാധനം വിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ആയില്ലോ. അപ്പോൾ അത് വിൽക്കുന്ന എത്ര രൂപക്കാണ്? 5,000 റുപ്പീസിനാണ് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത്. ദി ആക്ച്വൽ വാല്യൂ ഓഫ് വിച്ച് ഈസ് നോൺ ടു ബി 8,000. അതായത് ശരിക്കും ആ ഒരു ഉൽപ്പന്നത്തിന്റെ വില എത്രയാണ്? 8,000 ആണ്. അപ്പോൾ 8,000 വിലയുള്ള സാധനം സ്വന്തം ബ്രദറിന് വിൽക്കുന്നത് 5,000 ആണെന്ന് വിചാരിച്ചോളൂ. ദെൻ GST വിൽ ബി ചാർജ് ഓൺ ₹8,000. അപ്പോൾ വിൽപ്പന വില 5,000 ആണെങ്കിൽ പോലും അതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് നിയമപ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിന്റെ പുറത്തായിരിക്കും? 8,000 പുറത്തായിരിക്കും. അപ്പോൾ ഈ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു പ്രൈസ് അല്ല എന്ന് നമ്മളതൊന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ നടന്നിട്ടുള്ള ഇടപാട് എന്താണ്? രണ്ട് റിലേറ്റഡ് പാർട്ടീസ് തമ്മിലുള്ള ഇടപാടാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഇതിന്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ രണ്ട് അൺറിലേറ്റഡ് പാർട്ടീസ് ആണ് ഈ ഇടപാട് നടത്തിയിരുന്നെങ്കിൽ എത്ര വാല്യൂ വരുമായിരുന്നോ ആ വാല്യൂ ആയിരിക്കും റിലേറ്റഡ് പാർട്ടി നടത്തി കഴിഞ്ഞാലും അവിടെ നമ്മൾ അതിന്റെ കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇത് അൺറിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ ഒരിക്കലും എക്സ് ഈ സാധനം 5,000 വിൽക്കൂല, അയാൾ 8,000 ചാർജ് ചെയ്യും. അപ്പോൾ ഇവിടെ അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ 8,000 ചാർജ് ചെയ്യും. ഇതാണ് ഇവിടെ സെന്റൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വേർ ദ പാർട്ടീസ് ആർ റിലേറ്റഡ് ആണ് ആൻഡ് റീസണബിൾ വാല്യൂ മെ നോട്ട് ബി ചാർജ്ഡ്. ഒരു റീസണബിൾ വാല്യൂ ചാർജ് ചെയ്യുന്നുമില്ല. ഓർ ട്രാൻസാക്ഷൻ മേ ടേക്ക് പ്ലേസ് ആസ് ബാർട്ടർ, അല്ലെങ്കിൽ ആ ഒരു ഇടപാട് ബാർട്ടർ ആയിട്ടാണ് നടക്കുന്നത്. ബാർട്ടർ എന്ന് പറയുമ്പോൾ ഒരു സാധനം അങ്ങോട്ട് കൊടുക്കും, പകരം ഒരു സാധനം ഇങ്ങോട്ടും കൊടുക്കും, എക്സ്ചേഞ്ച്. ഓക്കെ. ദെൻ ദ GST ഈസ് ചാർജ് ഓൺ ദ ട്രാൻസാക്ഷൻ വാല്യൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ GST നമ്മൾ ചാർജ് ചെയ്യുന്നത് ആ ട്രാൻസാക്ഷൻ വാല്യൂവിന്റെ പുറത്തായിരിക്കും. മനസ്സിലായല്ലോ? ഈ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻ വാല്യൂ ഈസ് ദ വാല്യൂ അറ്റ് വിച്ച് അൺറിലേറ്റഡ് പാർട്ടീസ് വുഡ് ട്രാൻസാക്ട്. ഈ റിലേഷൻ ഇല്ലാത്ത പാർട്ടികൾ തമ്മിൽ ട്രാൻസാക്ട് ചെയ്യുന്നത് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ അവർ എത്ര രൂപയ്ക്ക് ട്രാൻസാക്ട് ചെയ്യുന്നോ ആ വാല്യൂവിനാണ് ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ഇൻക്ലൂഡഡ് ഇൻ വാല്യൂ ഓഫ് സപ്ലൈ. ഈ സപ്ലൈയുടെ വാല്യൂവിൽ എന്തെല്ലാം വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചൊരു ബ്രോഡായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓരോന്നിനോരോ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ. ഒന്ന്, എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ് ആൻഡ് ചാർജസ് ലെവീഡ് അണ്ടർ എനി ലോ. അപ്പോൾ നിലവിലുള്ള ഫോർ ദ ടൈം ബീയിങ് എന്ന് പറയുന്നത് ഇൻ ഫോഴ്സ്, അതായത് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമപ്രകാരം ചാർജ് ചെയ്യുന്ന ഏതെങ്കിലും ടാക്സ്, ഡ്യൂട്ടി, സെസ്, ഫീസ് ഇതെല്ലാം തന്നെ അതർ ദാൻ GST ലോ, അതായത് GST ലോയിലല്ലാത്ത മറ്റേതെങ്കിലും നിയമങ്ങളിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ടാക്സും ഡ്യൂട്ടിയും ഒക്കെ ചാർജ് ചെയ്യാം. ഇഫ് ചാർജ് സെപ്പറേറ്റ്ലി ബൈ ദ സപ്ലയർ. അത് ആ സപ്ലയർ ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതിനകത്ത് വരും? വാല്യൂ ഓഫ് സപ്ലൈക്കകത്ത് കൂട്ടുന്നു എന്നർത്ഥം. ഓക്കെ. GST ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ മനസ്സിലാക്കാനുള്ളത് എനി എമൗണ്ട് ദാറ്റ് ദ സപ്ലയർ ഈസ് ലാബിൾ ടു പേ. സപ്ലയർ കൊടുക്കേണ്ടുന്ന പൈസയാണ് ഇൻ റിലേഷൻ ടു സച്ച് സപ്ലൈ. ആ സപ്ലൈയുമായി ബന്ധപ്പെട്ട് അത് ആക്ച്വലി അടക്കേണ്ടത് ആരാണ്? സപ്ലയർ ആണ്. ബട്ട് വിച്ച് ഹാസ് ബീൻ ഇൻകേർഡ് ബൈ ദ റെസിപ്പിയന്റ്. പക്ഷേ അത് ആർക്കാണ് ആ ചെലവ് വന്നത്? അത് ആ സപ്ലൈ റിസീവ് ചെയ്യുന്ന റെസിപ്പിയന്റിനാണ് ചെലവ് വന്നത്. ആൻഡ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈസ്. എന്നിട്ട് അത് പ്രൈസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണെന്ന് വിചാരിച്ചോ. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് സാധാരണ രീതിയിൽ വരേണ്ടത് ആർക്കാണ്? ഈ സപ്ലയർക്കാണ് വരേണ്ടത്. പക്ഷേ ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇൻകർ ചെയ്ത ആരാണ്? റെസിപ്പിയന്റ് ആണ് അത് വഹിച്ചതും അത് കൊടുത്തതും. ശരിക്കും കൊടുക്കേണ്ടത് സപ്ലയർ ആണ്. അങ്ങനെ ഈ സാധനത്തിന്റെ ബില്ല് കൊടുക്കുന്ന സമയത്ത് ഈ ഡ്യൂ എമൗണ്ടിൽ നിന്ന് ഇദ്ദേഹം എന്ത് ചെയ്യും? ഈ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ ചാർജ് മൈനസ് ചെയ്ത് ബാക്കി പൈസയാണ് ഈ സാധനങ്ങൾ വാങ്ങിച്ച ആൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മൈനസ് ചെയ്ത പൈസ അല്ല ഈ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. എത്ര രൂപക്ക് വിറ്റോ അതിനോട് കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും? ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് വരുന്ന ടോട്ടൽ ആയിരിക്കും ഇവിടെ എന്തായിട്ട് വരിക? വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് വരിക. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ. പിന്നെ മറ്റുള്ള ഇൻസിഡന്റൽ എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് കമ്മീഷൻ ആൻഡ് പാക്കിംഗ് ചാർജ്ഡ് ബൈ ദ സപ്ലയർ. അപ്പോൾ ഇതിനോട് ഇൻസിഡന്റൽ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കമ്മീഷൻ, അതുപോലെ തന്നെ പാക്കിംഗ് എക്സ്പെൻസുകളൊക്കെ സപ്ലയർക്ക് ഇപ്പോൾ ഒരു
സാധനത്തിൻ്റെ വിലയിൽ 4000 രൂപയും ഒരു 500 രൂപ പാക്കിങ് വന്നെങ്കിൽ 4500 അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ, ആ രീതിയിൽ. ഓക്കെ. പിന്നെ ഇൻട്രസ്റ്റ് ഓർ ലേറ്റ് ഫീ ഓർ പെനാൽറ്റി ഫോർ ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് എനി കൺസിഡറേഷൻ ഫോർ എനി സപ്ലൈ. അതായത് ഇപ്പോൾ അവർ തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, ആ പേയ്മെൻറ്റ് കൊടുക്കേണ്ടുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. ആ സമയം വൈകിച്ചു കഴിഞ്ഞാൽ ഒരു 1000 രൂപ ഫൈൻ ഈടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൈൻ ഉൾപ്പെടെ വരുന്ന ആ തുക അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യും. മനസ്സിലായത്? ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഇടപാടാണ് നടന്നത്, ഫൈനായിട്ട് 5000 വന്നു കഴിഞ്ഞാൽ 1,05,000 രൂപയാണ് അവിടെ എന്തായിട്ട് മനസ്സിലാക്കേണ്ടത്, വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെയുള്ളത് സബ്സിഡീസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ പ്രൈസ് എക്സ്ക്ലൂഡിങ് ഗവൺമെൻറ് സബ്സിഡീസ്. എന്തെങ്കിലും സബ്സിഡി, ഗവൺമെൻറ് സബ്സിഡി ഒഴികെയുള്ള ഏതെങ്കിലും സബ്സിഡി വിലയുമായി നേരിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളൊരു ഏരിയയാണ്. ഈ ഏരിയ കൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ തിയറി ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. അതിലൂടെ ഇതിൽ തിയററ്റിക്കലായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും തീരുന്നു. ഓക്കെ. അപ്പോൾ അതിൽ ആദ്യം മനസ്സിലാക്കാനുള്ളത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വേർ ദ കൺസിഡറേഷൻ ഈസ് നോട്ട് ഹോളി ഇൻ മണി. അതായത് കൺസിഡറേഷൻ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കൺസിഡറേഷൻ പൂർണ്ണമായിട്ടും പണരൂപത്തിലല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എന്നതാണ്. ദെൻ ദ വാല്യൂ ഓഫ് സപ്ലൈ ഷാൾ ബി. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്തായിരിക്കും? ഒന്നുകിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, മാർക്കറ്റിൽ അതിന് എത്രയാണോ വില എങ്കിൽ അത്. ഇനി അല്ലെങ്കിൽ ഇഫ് ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഈസ് അൺഅവൈലബിൾ അണ്ടർ ക്ലോസ് എ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഫസ്റ്റത്തെ കേസിലുള്ള ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ലഭ്യമല്ല എങ്കിൽ ബി ദ സം ടോട്ടൽ ഓഫ് കൺസിഡറേഷൻ ഇൻ മണി. അപ്പോൾ ഇവിടെ ഭാഗികമായിട്ടാണല്ലോ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പൈസ കൺസിഡറേഷനായിട്ട് പണരൂപത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കൊടുത്ത എമൗണ്ട് പ്ലസ് ആൻഡ് എനി സച്ച് ഫർദർ എമൗണ്ട് ഇൻ മണി ആസ് ഈസ് ഈക്വാലൻ ടു ദ കൺസിഡറേഷൻ നോട്ട് ഇൻ മണി. പിന്നെ ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതായത് അത് പണരൂപത്തിലല്ല കൊടുത്തിട്ടുള്ളത്, എന്നാൽ ആ മൊത്തത്തിലുള്ള അതിൻ്റെ ആ പ്രൈസിനോട് ഈക്വൽ ആവുന്നൊരു പോർഷൻ ഉണ്ടാവും, അതും കൂടെ കൂട്ടണം. ഇഫ് സച്ച് എമൗണ്ട് ഈസ് നോൺ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. സപ്ലൈയുടെ സമയത്ത് ആ തുക അറിയുമെങ്കിൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ല എങ്കിൽ കൺസിഡറേഷൻ പണമായിട്ട് കൊടുത്ത ഭാഗവും പ്ലസ് പിന്നെ പണമല്ലാതെ കൊടുത്ത ഭാഗം ഉണ്ടായിരിക്കും, അത് രണ്ടും കൂടെ കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ. മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ഇഫ് ദ വാല്യൂ ഓഫ് സപ്ലൈ ഈസ് നോട്ട് ഡിറ്റർമൈനബിൾ അണ്ടർ ക്ലോസ് എ ഓർ ബി. ഇപ്പോൾ ഈ പറയപ്പെട്ട രീതിയിൽ എയിലും ബി രീതിയിലും നമുക്ക് ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ ഏതായിരിക്കും? ബി ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി. ലൈക്ക് കൈൻഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഇതേ തരത്തിൽപ്പെട്ട വസ്തുക്കൾ ഉണ്ടാവുമല്ലോ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെയൊക്കെ പ്രോഡക്ട്സ്, അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ ആണ് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ ക്വാളിറ്റി. അപ്പോൾ ഇതേ സെയിം കൈൻഡിലും സെയിം ക്വാളിറ്റിയിലും പെട്ട മറ്റു സ്ഥാപനങ്ങളുടെ ഒക്കെയുള്ള വസ്തുക്കളുടെ വാല്യൂ ഓഫ് സപ്ലൈ ആണ് നമ്മൾ ഈ പറയപ്പെട്ട എയും ബിയും ലഭ്യമല്ല എങ്കിൽ പിന്നീട് എടുക്കുന്നത്. ഇനി നാലാമത്താണ് ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട്. വാല്യൂ ഈസ് നോട്ട് ഡിറ്റർമിനബിൾ അണ്ടർ എനി ഓഫ് ദ ക്ലോസസ് എബോ. ഇനിയിപ്പോൾ അതും അവൈലബിൾ അല്ല, ഈ പറയപ്പെട്ട ഒരു കണ്ടീഷനിലും നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ബി ദ സം ടോട്ടൽ ഓഫ് കൺസിഡറേഷൻ ഇൻ മണി, പണത്തിൻ്റെ രൂപത്തിൽ കൊടുത്ത കൺസിഡറേഷൻ അതും ആൻഡ് സച്ച് ഫർദർ എമൗണ്ട് ഇൻ മണി ദാറ്റ് ഈസ് ഈക്വാലൻ ടു കൺസിഡറേഷൻ നോട്ട് ഇൻ മണി. അത് പണത്തിന് തുല്യമല്ലാതെ കൊടുത്ത ആ ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ മറ്റേ മൊത്തത്തിൽ വരുന്ന വാല്യൂവിന് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു വാല്യൂ ഉണ്ടായിരിക്കും, അതും ആസ് ഡിറ്റർമൈൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് റൂൾ 4 ഓർ റൂൾ 5 ഇൻ ദാറ്റ് ഓർ സോറി. അപ്പോൾ അത് റൂൾ 4ലും റൂൾ 5ലും പറഞ്ഞിട്ടുള്ള ഒരു മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു 3-4 എക്സാമ്പിൾസ് നോക്കാം. ഇപ്പം മിസ്റ്റർ എ എന്ന് പറയുന്ന ആള് ഒരു ബൈക്ക് വിൽക്കുന്നത് 34,000 രൂപക്കാണ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഓൾഡ് ബൈക്ക്. പഴയ ബൈക്ക് എക്സ്ചേഞ്ചിനാണ് വിൽക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ന്യൂ ബൈക്ക് ഈസ് 52,000. ഓക്കെ. അപ്പോൾ ഈ വിറ്റ ബൈക്ക് ഉണ്ടല്ലോ, ഈ പുതിയ ബൈക്ക്, അതിൻ്റെ നോർമൽ മാർക്കറ്റ് വാല്യൂ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ 52,000 ആണ്. ഓൾഡ് ബൈക്ക് നമുക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന വാല്യൂ 20,000 രൂപയാണ്. അപ്പോൾ അത് വിറ്റത് ശരിക്കും വിറ്റപ്പോൾ കിട്ടിയ പൈസ എത്രയാണ്? 34,000 ആണ്. ഈ 34,000 വിറ്റ ബൈക്കിൻ്റെ യഥാർത്ഥ വില മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 52,000 ആണ്. പഴയ
ബൈക്കിന്റെ വില നമുക്ക് കിട്ടുന്നത് 20,000 ആണ്. അപ്പോൾ ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് സപ്ലൈ ഫോർ ദ പർപ്പസ് ഓഫ് ലെവി ഓഫ് GST. ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എത്ര എടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ കേസിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആണല്ലോ, 52,000 ആണ് ഈ വിറ്റ ബൈക്കിൻ്റെ എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എത്ര ആയിരിക്കും? 52,000 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഉദാഹരണം, മിസ്റ്റർ എ സോൾഡ് എ ബൈക്ക് ഫോർ ₹35,000 വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഓൾഡ് ബൈക്ക്. ഇതുപോലെ തന്നെ 34,000 രൂപക്ക് പഴയ ബൈക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു പുതിയ ബൈക്ക് വിറ്റപ്പോൾ വാങ്ങിച്ച പൈസ 34,000 ആണ് പുതിയ ബൈക്കിന്. ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ അല്ല. ഇപ്പോൾ മുമ്പ് നമുക്ക് അത് 52,000 അറിഞ്ഞിരുന്നു, ഇവിടെ അവൈലബിൾ അല്ല. ഓൾഡ് ബൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20,000 രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാനും പറ്റും, അതറിയാം. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞത്. അപ്പോൾ എത്രയായിരിക്കും വരിക? ഈ കേസിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബൈക്കിൻ്റെത് അവൈലബിൾ അല്ല, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ല. ഹെൻസ് വാല്യൂ ഓഫ് സപ്ലൈ വിൽ ബി, അവിടെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ഇൻ മണി നമ്മൾ എടുക്കുന്നു. അപ്പോൾ കൺസിഡറേഷൻ ഇൻ മണി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 34,000 നമുക്ക് ഇതിന് പ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, പ്ലസ് എമൗണ്ട് ഇൻ മണി ആസ് ഈസ് ഈക്വാലന്റ് ടു ദ കൺസിഡറേഷൻ നോട്ട് ഇൻ മണി. അതായത് ഇവിടെ നമ്മൾ 20,000 എന്ന് പറഞ്ഞല്ലോ, എമൗണ്ട് ഇൻ മണി ആസ് ഈസ് ഈക്വാലന്റ് ടു ദ കൺസിഡറേഷൻ തുല്യമായിട്ടുള്ള ആ ഒരു എമൗണ്ട് ആണ്, നോട്ട് ഇൻ മണി, പണരൂപത്തിലല്ല കൊടുത്തത്. അപ്പോൾ പണരൂപത്തിലല്ലാതെ കൺസിഡറേഷനിലേക്ക് ഈക്വൽ ആയ രീതിയിൽ കൊടുത്തിട്ടുള്ള അതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ പഴയ ബൈക്കിൻ്റെ പൈസ കിട്ടിയിട്ടില്ലല്ലോ, അത് കിട്ടിയിട്ടുള്ളത് ആ ബൈക്കായിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 20,000 ആണ്. അപ്പോൾ ഈ രണ്ടും കൂട്ടുക എന്നാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷനാണിത്. അപ്പോൾ 34,000 പ്ലസ് 20,000 അപ്പോൾ ഈക്വൽസ് 54,000. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കേസിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള കൺസിഡറേഷൻ ആയിട്ട് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് എത്രയാണ്? 54,000 രൂപയായിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ, അത് മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോകുന്നു. മിസ്റ്റർ എ സോൾഡ് എ ബൈക്ക് ഫോർ ₹34,000 വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഓൾഡ് ബൈക്ക്. സെയിം കണ്ടീഷൻ, 34,000 വിറ്റു. ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ന്യൂ ബൈക്ക് ആസ് വെൽ ആസ് ഓൾഡ് ബൈക്ക് ഈസ് നോട്ട് അവൈലബിൾ. രണ്ട് ബൈക്കിന്റെയും ഓപ്പൺ മാർക്കറ്റ് വില അവൈലബിൾ അല്ല, പഴയതിന്റെയും പുതിയത് വിറ്റതിന്റെയും വാല്യൂ ലഭ്യമല്ല. എ ബൈക്ക് വിത്ത് ദ സെയിം ഫീച്ചേഴ്സ് ഓഫ് അതർ കമ്പനീസ് സെല്ലിംഗ് ഇൻ ദ മാർക്കറ്റ് ഫോർ ₹51,000. അപ്പോൾ ഈ മാർക്കറ്റിൽ ഇതേപോലെയുള്ള നമ്മൾ ഈ വിറ്റ ബൈക്കിന്റെ അതേ സവിശേഷതകളോട് കൂടിയിട്ടുള്ള മറ്റൊരു ബൈക്ക് അവൈലബിൾ ആണ്, അതിന്റെ വില 51,000 രൂപയാണ്, അതിനാണ് അവർ വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ അതേ തരത്തിലുള്ള അതേ ക്വാളിറ്റി ഉള്ളതിന്റെ എത്രയാണോ അതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വരിക? ഈ കേസിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓഫ് ന്യൂ ബൈക്ക് ആസ് വെൽ ആസ് ഓൾഡ് ബൈക്ക് ഈസ് നോട്ട് അവൈലബിൾ. ഹെൻസ് വാല്യൂ ഓഫ് ലൈക്ക് കൈൻഡ് ബൈക്ക് ഓഫ് അനദർ കമ്പനി, അതേ കൈൻഡിൽ പെട്ട മറ്റ് കമ്പനിയുടെ ബൈക്ക് 51,000 വിൽക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വാല്യൂ ആണ് ഈ 34,000 സ്ഥാനത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മിസ്റ്റർ എ വിറ്റ ബൈക്കിന്റെ വില കിട്ടിയത് 34,000 അതിന്റെ GST കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ വാല്യൂ എടുക്കുന്നത് എത്രയായിരിക്കും? പുറത്തുള്ള ആ കമ്പനിയുടെ 51,000 ആയിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ്, വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് ഓർ റിലേറ്റഡ് പേഴ്സൺസ് അതർ ദാൻ ത്രൂ ആൻ ഏജന്റ്. ഏജന്റ് ഒഴികെയുള്ള, ഏജന്റ് അല്ലാത്ത രീതിയിലുള്ള രണ്ട് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സൺസ് ഇവർക്കിടയിൽ നടക്കുന്ന ഒരിടപാടാണ്. അങ്ങനെ നടന്ന ഇടപാടിന്റെ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ എത്രയായിരിക്കും എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ. റിലേറ്റഡ് പേഴ്സൺ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ഈ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ഉണ്ട്, അതൊക്കെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇഫ് എ പേഴ്സൺ ഈസ് ഒബ്റ്റൈൻഡ് മോർ ദാൻ വൺ രജിസ്ട്രേഷൻ വെദർ ഇൻ വൺ സ്റ്റേറ്റ് ഓർ മോർ ദാൻ വൺ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റുകളിലോ രജിസ്ട്രേഷനുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് സച്ച് രജിസ്ട്രേഷൻ ബി ട്രീറ്റഡ് ആസ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ രജിസ്ട്രേഷനും ഓരോ ഡിസ്റ്റിങ്ക്ട് പേഴ്സണായിട്ട് നമ്മൾ അദ്ദേഹത്തെ കണക്കാക്കും. ആ കേസിൽ ദ വാല്യൂ ഓഫ് സപ്ലൈ വിൽ ബി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിലുള്ള വാല്യൂ ഓഫ് സപ്ലൈ എന്തായിരിക്കും? ഒന്ന് നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇവിടെ വരുന്നത്, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. രണ്ടാമത്തത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ല എങ്കിൽ ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി, അതേ തരത്തിലും അതേ ക്വാളിറ്റിയിലും പെട്ട വസ്തുക്കളുടെ വിലയായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇനി അതുമല്ല അവൈലബിൾ അല്ല എങ്കിൽ റൂൾ 4 റൂൾ 5 പ്രകാരം നമ്മൾ അതിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കണ്ടീഷൻസ് ഒക്കെ ഇവിടെയും വരുന്നത്. ഇനി ഇങ്ങനെ റിസീവ് ചെയ്യുന്ന ഈ ഗുഡ്സ് ഉണ്ടല്ലോ, ഇഫ് ദ ഗുഡ്സ് ആർ ഇന്റൻഡ് ഫോർ ഫർദർ സപ്ലൈ ആസ് സച്ച് ബൈ ദ റെസിപ്പിയന്റ്. അപ്പോൾ ആ റിസീവ് ചെയ്യുന്ന വ്യക്തി ഇത് മറ്റയാൾ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതാണ് എന്ത് ചെയ്യും? അയാൾ ഫർദർ സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്.
അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഷാൾ ബി എങ്ങനെ എത്രയായിരിക്കും വരിക അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ. സപ്ലയർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് എങ്ങനെ വരും 90% ഓഫ് ദി എമൗണ്ട് ചാർജ് ഫ്രം ദ കസ്റ്റമർ. ഈ കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും ചാർജ് ചെയ്തിട്ടുള്ളതിന്റെ 90% അതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്ന. അവിടെ കണ്ടീഷൻ ഉണ്ട്, എന്താണ്? അൺറിലേറ്റഡ് പാർട്ടീസ് ആവണം ബൈ ദ റെസിപ്പിയന്റ് എന്നുള്ളതാണ്. ആ റെസിപ്പിയന്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ 90% എന്ന നിലക്ക് നമുക്ക് അവിടെ അതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ കണക്കാക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു 1-2 എക്സാമ്പിൾസ് മനസ്സിലാക്കാം. മിസ്റ്റർ എ സോൾഡ് എ ബൈക്ക് വിത്തൗട്ട് കൺസിഡറേഷൻ ടു മിസ്റ്റർ ബി. അപ്പോൾ കൺസിഡറേഷൻ ഇല്ലാതെ മിസ്റ്റർ എ ഒരു ബൈക്ക് മിസ്റ്റർ ബിക്ക് വിറ്റു. ഇതിന്റെ ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് 52,000 രൂപയാണ്. മിസ്റ്റർ ബി ഈസ് ഫാമിലി മെമ്പർ ഓഫ് മിസ്റ്റർ എ. മിസ്റ്റർ ബി എന്ന് പറയുന്നത് മിസ്റ്റർ എയുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന റിലേറ്റഡ് പാർട്ടീസ് ആണെന്ന് അർത്ഥം. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് സപ്ലൈ ഫോർ ദ പർപ്പസ് ഓഫ് ലെവി ഓഫ് GST എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻ ദിസ് കേസ് മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി റിലേറ്റഡ് പാർട്ടി, രണ്ടും റിലേറ്റഡ് പാർട്ടി ആണല്ലോ. അതുകൊണ്ട് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും 52,000. ഫ്രീ ആയിട്ട് കൊടുത്താലും അതിന് ഫ്രീ ആയിട്ടല്ലാതെ കണക്കാക്കാം, GST അടക്കേണ്ടി വരുന്ന അർത്ഥം. ഓക്കെ. രണ്ടാമത്തത് എക്സ് എന്റർപ്രൈസസ് സോൾഡ് എ ബൈക്ക് ഫോർ rupees 30,000 ടു Y എന്റർപ്രൈസസ്. എക്സ് എന്ന് പറയുന്ന സ്ഥാപനം Y എന്ന് പറയുന്ന സ്ഥാപനത്തിന് 30,000 രൂപയ്ക്ക് ഒരു ബൈക്ക് വിറ്റു. ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ബൈക്ക് ഇസ് 52,000. അതിന്റെ ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് 52,000 ആണ്. ബോത്ത് ഫേംസ് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ സെയിം പാൻ. രണ്ട് ഫേമും സെയിം പാൻ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ആണെന്ന് അർത്ഥം. മനസ്സിലായല്ലോ? ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് സപ്ലൈ ഫോർ ദ പർപ്പസ് ഓഫ് ലെവി ഓഫ് GST. അപ്പോൾ അവിടെ GSTയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് വാല്യൂ ഓഫ് സപ്ലൈ ചാർജ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കേസിൽ എക്സ് എന്ന് പറയുന്നതും Y എന്ന് പറയുന്നതും ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആണ്. അതായത് അവര് രണ്ട് സ്റ്റേറ്റിലാവും ചിലപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അണ്ടർ സെയിം പാൻ. ഒരേ പാനിന്റെ അണ്ടറിലുള്ള രണ്ട് സ്ഥാപനങ്ങളാണ്. ഓക്കെ. പക്ഷെ അങ്ങനെ ആ കേസിൽ 30,000 രൂപക്ക് കൊടുത്തെങ്കിൽ പോലും അതിന്റെ വാല്യൂ എത്രയായിട്ട് കണക്കാക്കും? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള 52,000 വെച്ച് തന്നെ കണക്കാക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു സ്ഥാപനം അവരുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിന് സാധനങ്ങൾ ഇങ്ങനെ വില കുറച്ച് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് നഷ്ടമല്ലേ വില കുറച്ച് കൊടുത്താൽ? കാരണം ഈ സപ്ലൈയുടെ വാല്യൂന്റെ പുറത്താണ് GST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് തട്ടിപ്പിനുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ ആണ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് മെയ്ഡ് ഓർ റിസീവ്ഡ് ത്രൂ ആൻ ഏജന്റ്. ഒരു ഏജന്റ് മുഖാന്തരം റിസീവ് ചെയ്യുന്ന ഗുഡ്സിന്റെ, അത് സപ്ലൈ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നതാവാം, ഗുഡ്സിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ്. ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ഹിസ് ഏജന്റ്. അതായത് ഏജന്റ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ വരുമല്ലോ. പ്രിൻസിപ്പലും ഏജന്റും തമ്മിലുള്ള ഈ ഇടപാടിന്റെ വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ്, സപ്ലൈ ചെയ്ത വസ്തുവിന്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. ഇനി സപ്ലൈയുടെ ഓപ്ഷൻ അനുസരിച്ച് ഒരാൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുക്കാം. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്? എത്രയാണോ 90% ഓഫ് ദി എമൗണ്ട് ചാർജ് ഫ്രം ദ കസ്റ്റമർ. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്ന എമൗണ്ടിന്റെ 90% ബൈ ദ റെസിപ്പിയന്റ്. അൺറിലേറ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ ഒരു ഇടപാട് നടക്കുന്ന സമയത്ത് ഈ റെസിപ്പിയന്റ് ആയിട്ടുള്ള വ്യക്തി സ്വീകരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കസ്റ്റമർ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും നോർമൽ കേസിൽ. അതിന്റെ 90% എന്തായിട്ട് കണക്കാക്കാം? ഈ സപ്ലൈ ചെയ്ത വസ്തുവിന്റെ വാല്യൂ ആയിട്ട് കണക്കാക്കാം എന്നതാണ്. വേർ ദ വാല്യൂ ഓഫ് എ സപ്ലൈ ഇസ് നോട്ട് ഡിറ്റർമിനബിൾ അണ്ടർ ക്ലോസ് എ, the same shall be determined by the application of rule 4 or rule 5 in that order. പിന്നെ അത് ലാസ്റ്റ് പറയുന്നത് നമ്മൾ എല്ലാത്തിലും കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ക്ലോസ് ആണ്. പിന്നെ അത് റൂൾ 4ലും റൂൾ 5 പ്രകാരമാണ് നമ്മൾ അത് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഒന്ന് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, രണ്ടാമത്തത് ഈ 90% ഓഫ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ എത്രയാണോ രണ്ട് റിലേറ്റഡ് പാർട്ടീസ് ഈടാക്കുന്നതെങ്കിൽ ആ ഈടാക്കുന്ന തുകയുടെ 90% വെച്ചിട്ട് വേണമെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ആരുടെ ഓപ്ഷനാണ്? സപ്ലൈയുടെ ഓപ്ഷനാണ്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. എ പ്രിൻസിപ്പൽ സപ്ലൈസ് ഗ്രൗണ്ട് നട്ട് ടു ഹിസ് ഏജന്റ്. ഒരു പ്രിൻസിപ്പൽ അയാളുടെ ഏജന്റ് ഗ്രൗണ്ട് നട്ട് സപ്ലൈ ചെയ്യാണ്. ഓക്കെ. ആൻഡ് ദി ഏജന്റ് ഈസ് സപ്ലൈയിങ് ഗ്രൗണ്ട് നട്ട്സ് ഓഫ് ലൈക്ക് കൈൻഡ്. ഈ ഏജന്റ് ഇതേപോലെയും ഇതേ ക്വാളിറ്റിയുള്ള ഗ്രൗണ്ട് നട്ട്സ് സപ്ലൈ ചെയ്യുന്നുണ്ട് അറ്റ് എ പ്രൈസ് ഓഫ് ₹5,000 പെർ കിൻഡൽ ഓൺ ദ ഡേ ഓഫ് സപ്ലൈ. ഈ സപ്ലൈ ചെയ്ത ദിവസം തന്നെ ഇദ്ദേഹം ഇത് സപ്ലൈ ചെയ്യുന്ന എത്ര രൂപയ്ക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്? ₹5,000 ഇദ്ദേഹം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. അനദർ ഇൻഡിപെൻഡന്റ് സപ്ലയർ ഈസ് സപ്ലൈയിങ് ഗ്രൗണ്ട് നട്ട്സ് ഓഫ് ദ
ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ടു ദ സെഡ് ഏജന്റ്. ഇനിയിപ്പോൾ ഈ ഏജന്റിന് വേറെ ഒരു ഇൻഡിപെൻഡന്റ് സപ്ലയർ ഉണ്ട്, അദ്ദേഹം സപ്ലൈ ചെയ്യുന്നത് എത്ര രൂപക്കാണ്? അതേ ക്വാളിറ്റിയിലും അതേ തരത്തിലും പെട്ട ഗ്രൗണ്ട് നട്ട് 4550 രൂപക്ക് ഒരു കിൻഡൽ വെച്ചു, ഒരു കിൻഡലിന് 4550 രൂപ വെച്ചിട്ട് ഇതേ ഇതേ ഏജന്റിന് വേറൊരു സപ്ലയർ കൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ അയാളെ ഏജന്റ്, പിന്നെ ഈ ഏജന്റ് വേറൊരു ഇൻഡിപെൻഡന്റ് സപ്ലയറും. അപ്പോൾ ഈ 3 കേസുകളിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? താഴെ ആൻസർ നോക്കിയേ. ദ വാല്യൂ ഓഫ് ദ സപ്ലൈ മെയ്ഡ് ബൈ ദ പ്രിൻസിപ്പൽ ഷാൾ ബി ₹4550. കാരണം എന്താണ്? ഇവിടെ ഈ മറ്റേ ആൾ കൊടുക്കുന്നത് പറഞ്ഞല്ലോ, അത് പെർ കിൻഡൽ, ഒന്നുകിൽ അതായിരിക്കും ഏത് ഈ 4550 പെർ കിൻഡൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം എന്ത് എക്സസൈസ് ചെയ്യുന്നു? ഈ 90% എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5000ന്റെ 90%, അതായത് 4500 പെർ കിൻഡല്, അതിവിടെ ഓപ്പൺ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ വരെ 4550 രൂപയാണ് സാധാരണഗതിയിൽ ആ ഒരു വിലക്കാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾക്ക് എത്ര ചാർജ് ചെയ്യാൻ പറ്റും? 90% ഓഫ് 5000 ചാർജ് ചെയ്യാം. അപ്പോൾ 4500 വരും. ഇതിൽ ഏതാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഓപ്ഷനാണ്. ഈ 2 വാല്യൂവും നിയമപ്രകാരം അനുവദിക്കപ്പെട്ടതാണ്. ഓക്കെ, അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഒരെണ്ണം വരുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബേസ്ഡ് ഓൺ കോസ്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഇപ്പം മുകളിൽ പറഞ്ഞ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇത് പ്രകാരം ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു വസ്തുവിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ്. ദെൻ ദ വാല്യൂ ഷാൾ ബി 110% ഓഫ് ദ കോസ്റ്റ് പ്രൊഡക്ഷൻ. ഉൽപാദന ചെലവ് എത്രയാണോ അതിൻ്റെ 110% എടുക്കുന്നു. അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണോ, അല്ലെങ്കിൽ ഓർ ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് സച്ച് ഗുഡ്സ് ഓർ ദ കോസ്റ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സച്ച് സർവീസ്. അല്ലെങ്കിൽ ആ ഒരു സർവീസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സാധനം വാങ്ങിക്കാൻ, അക്വയർ ചെയ്യാൻ വന്നൊരു കോസ്റ്റ് ഉണ്ടായിരിക്കും. ആ കോസ്റ്റ് പ്രൈസിന്റെ, ആ കോസ്റ്റിന്റെ 110%. അപ്പോൾ 1 ലക്ഷം രൂപയാണ് ഈ കോസ്റ്റ് വന്നെങ്കിൽ 1,10,000 അതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. അതാണ് ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്നുള്ള കേസിൽ വരിക. പിന്നെ റെസിഡുവൽ മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഇനി ഈ പറയപ്പെട്ടിട്ടുള്ള കുറെ റൂൾസ് ഉണ്ട്, 27 മുതൽ 30 വരെയുള്ള റൂൾസ്. അതിലൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദ സെയിം ഷാൾ ബി ഡിറ്റർമൈൻഡ് യൂസിങ് റീസണബിൾ മീൻസ് കൺസിസ്റ്റന്റ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ജനറൽ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 15 ആൻഡ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ. ഇത് ജനറലൈസ് ചെയ്ത് പറയാണ്. അതായത് മറ്റുള്ള നിരക്കൊന്നും നടന്നില്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ റൂൾ 27 മുതൽ 30 വരെയുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. അത് പ്രകാരം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അതുപോലെ നമ്മൾ നേരത്തെ 4, 5 ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ രണ്ടിടത്തും പല ടെക്സ്റ്റുകളിലും പല റൂളിന്റെ നമ്പർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എത്രത്തോളം ആക്യുറസി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഈ GST റൂൾ പ്രകാരം അതിന്റെ ജനറൽ ആയിട്ടുള്ള സെക്ഷൻ 15ന്റെ പ്രൊവിഷൻസ് പ്രകാരവും പിന്നീട് നമ്മൾ തീരുമാനിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതാണ് റെസിഡുവൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് വാല്യൂ ഓഫ് സപ്ലൈ ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ GST ആണ്. GSTയിലെ ഇമ്പോർട്ട് ചെയ്യുന്ന കേസിലാണ്. വാല്യൂ ഓഫ് സപ്ലൈ ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. സാധനങ്ങൾ, സേവനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കേസിൽ വാല്യൂ ഓഫ് സപ്ലൈ എത്രയായിരിക്കും? അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന കേസിൽ അവിടെ കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ്സിന്റെ കേസിലാണ് എങ്കിൽ കസ്റ്റം വാല്യൂ ഉണ്ടാവും, അതിന്റെ പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഈക്വൽ ടു ആയിരിക്കും എന്ത് വരിക? വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് വരിക. സർവീസിന്റെ കേസിലാണെങ്കിൽ ടോട്ടൽ കൺസിഡറേഷൻ പെയ്ഡ് ഉണ്ടായിരിക്കും, അത് ഇൻറ്റു അതിന്റെ ടാക്സ് റേറ്റ് ഉണ്ടായിരിക്കും. ഇതും മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ കണ്ടുപിടിക്കുന്നത്. ഏത് കേസിൽ? ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കേസിൽ. ഓക്കെ, ഇതാണ് അതുമായി മനസ്സിലാക്കാനുള്ളത്. അതോടുകൂടെ ഈ ഒരു പോർഷൻ തീരുന്നു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് തന്നെയാണ്, ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിച്ചേക്കാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതുമായി ഈ ചാപ്റ്ററിൽ കുറച്ചൊരു പ്രോബ്ലം വരുന്ന രീതിയിൽ ചില എക്സാമ്പിൾസ് വരുന്നുണ്ട്. കാൽക്കുലേഷൻ ഓഫ് GST ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് എന്നുള്ള ഹെഡിൽ. അതാണ് നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.